കഥയുടെ പേര് ടു ഫിഷർമാൻ. ഫിഷർമാൻ എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ മീൻപിടുത്തക്കാരൻ എന്നാണ് അർത്ഥം. ഫിഷർമാൻ എന്ന് പറയുന്നത് ഫിഷർമാൻ്റെ പ്ലൂരലാണ്, അതായത് മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ മീൻപിടുത്തക്കാർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ടു ഫിഷർമാൻ എന്ന് പറഞ്ഞാൽ രണ്ട് മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ രണ്ട് മീൻപിടുത്തക്കാർ. There were two fishermen who were close pals. അടുത്ത സുഹൃത്തുക്കളായ രണ്ട് മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രണ്ട് മീൻപിടുത്തക്കാർ ഉണ്ടായിരുന്നു. പാൽസ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ എന്നാണ് അർത്ഥം. അപ്പോൾ ക്ലോസ് പാൽസ് എന്ന് പറഞ്ഞാൽ അടുത്ത സുഹൃത്തുക്കൾ. അടുത്ത സുഹൃത്തുക്കളായ രണ്ട് മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. They used to catch fish together on weekends. വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ വാരാന്ത്യങ്ങളിൽ അവർ ഒരുമിച്ച് മീൻ പിടിക്കാറുണ്ടായിരുന്നു. യൂസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശീലമായിരിക്കുക അല്ലെങ്കിൽ പതിവായിരിക്കുക എന്നാണ് അർത്ഥം. ക്യാച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കുക, ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. വീക്കെൻഡ്സിൻ്റെ അർത്ഥം ആഴ്ച അവസാനം അല്ലെങ്കിൽ വാരാന്ത്യം. ദേ യൂസ് ടു ക്യാച്ച് ഫിഷ് ടുഗെദർ ഓൺ വീക്കെൻഡ്സ്. വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ വാരാന്ത്യങ്ങളിൽ അവർ ഒരുമിച്ച് മീൻ പിടിക്കുന്നത് പതിവായിരുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് മീൻ പിടിക്കാറുണ്ടായിരുന്നു. സിൻസ് ദേ വർ ബിസി ഇൻ ദർ പേഴ്സണൽ വർക്ക് ആൻഡ് ഫാമിലി, ദേ ഹാർഡ്ലി സ്പെൻഡ് ടൈം ടുഗെദർ. അവർ ഓരോരുത്തരുടെ ജോലിയിലും കുടുംബത്തിലും തിരക്കിലായതിനാൽ അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നില്ല. സിൻസ് എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ അല്ലെങ്കിൽ അത് മുതൽ എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ബിസി എന്ന് പറഞ്ഞാൽ തിരക്ക്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്വന്തമായ അല്ലെങ്കിൽ വ്യക്തിപരമായ ഓരോരുത്തരുടെ ഇതൊക്കെയാണ് അർത്ഥം. പേഴ്സണൽ വർക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ജോലി അല്ലെങ്കിൽ ഓരോരുത്തരുടെ ജോലി. സിൻസ് ദേ വർ ബിസി ഇൻ ദ പേഴ്സണൽ വർക്ക് ആൻഡ് ഫാമിലി, അവർ ഓരോരുത്തരുടെ ജോലിയിലും കുടുംബത്തിലും തിരക്കിലായതിനാൽ ദേ ഹാർഡ്ലി സ്പെൻഡ് ടൈം ടുഗെദർ. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് മിക്കവാറും ഇല്ല അല്ലെങ്കിൽ ഏതാണ്ടില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക. ദേ ഹാർഡ്ലി സ്പെൻഡ് ടൈം ടുഗെദർ. അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നില്ല. ഇറ്റ് വാസ് എ സാറ്റർഡേ ആൻഡ് ദേ ഡിസൈഡഡ് ടു ഡ്രൈവ് ടു എ നിയർ ബൈ പോണ്ട് ടു എൻജോയ് ദെയർ ഡേ ഇൻ ഫിഷിംഗ്. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. അവരുടെ ദിവസം ഫിഷിങ്ങിൽ എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ മീൻപിടുത്തത്തിൽ ആസ്വദിക്കാൻ അടുത്തുള്ള കുളത്തിലേക്ക് അല്ലെങ്കിൽ തടാകത്തിലേക്ക് ഡ്രൈവ് ചെയ്യാൻ, അതായത് വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ വാഹനയാത്ര ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഇറ്റ് വാസ് എ സാറ്റർഡേ, അതായത് അതൊരു സാറ്റർഡേ ആയിരുന്നു അല്ലെങ്കിൽ അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ആൻഡ് ദേ ഡിസൈഡഡ് ടു ഡ്രൈവ് ടു എ നിയർ ബൈ പോണ്ട് ടു എൻജോയ് ദെയർ ഡേ ഇൻ ഫിഷിംഗ്. ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. നിയർ ബൈ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള എന്നാണ് അർത്ഥം. പോണ്ട് എന്ന് പറഞ്ഞാൽ കുളം അല്ലെങ്കിൽ തടാകം. എൻജോയ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക. ഫിഷിംഗ് എന്ന് പറയുന്നത് മീൻ പിടിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഡിസൈഡഡ് ടു ഡ്രൈവ് ടു എ നിയർ ബൈ പോണ്ട് ടു എൻജോയ് ദെയർ ഡേ ഇൻ ഫിഷിംഗ്. അവരുടെ ദിവസം ഫിഷിങ്ങിൽ എൻജോയ് ചെയ്യാൻ അടുത്തുള്ള കുളത്തിലേക്ക് ഡ്രൈവ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഓൾസോ ദേ വാണ്ടഡ് ടു ഹാവ് സം ഫീസ്റ്റ് വിത്ത് ദ ഫിഷ് ദേ ക്യാച്ച്. കൂടാതെ അവർ പിടിക്കുന്ന മത്സ്യവുമായി എന്തെങ്കിലും വിരുന്ന് കഴിക്കാൻ അല്ലെങ്കിൽ സദ്യ കഴിക്കാൻ അവർ ആഗ്രഹിച്ചു. ഓൾസോ എന്ന് പറഞ്ഞാൽ അതുകൂടാതെ അല്ലെങ്കിൽ മാത്രമല്ല ഇതൊക്കെയാണ് അർത്ഥം. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ അല്ലെങ്കിൽ വിരുന്നൂണ്. ക്യാച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കുക. ഓൾസോ ദേ വാണ്ടഡ് ടു ഹാവ് സം ഫീസ്റ്റ് വിത്ത് ദ ഫിഷ് ദി ക്യാച്ച്. കൂടാതെ അവർ പിടിക്കുന്ന മത്സ്യവുമായി വിരുന്ന് കഴിക്കാൻ അല്ലെങ്കിൽ സദ്യ കഴിക്കാൻ അവർ ആഗ്രഹിച്ചു. ബോത്ത് ക്യാരിഡ് എസെൻഷ്യൽ യൂട്ടൻസിൽസ്, കുക്കിംഗ് ആക്സസറീസ്, ഇൻഗ്രീഡിയൻസ് ആൻഡ് ഫിഷിംഗ് ഇക്വിപ്മെന്റ്സ്. അത്യാവശ്യമായ പാത്രങ്ങൾ, പാചക സാമഗ്രികൾ, ചേരുവകൾ, മത്സ്യബന്ധന ഉപകരണങ്ങൾ എന്നിവ ഇരുവരും കരുതിയിരുന്നു. ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അല്ലെങ്കിൽ ഇരുവരും. ക്യാരീഡ്, ക്യാരി ചെയ്യാന്ന് വെച്ചാൽ ചുമക്കുക, ഭാരം വഹിക്കുക അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോവുക, ഇതൊക്കെയാണ് അർത്ഥം. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായ അല്ലെങ്കിൽ പ്രധാനമായ എന്നാണ് അർത്ഥം. യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ. അപ്പോൾ എസെൻഷ്യൽ യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായ പാത്രങ്ങൾ. പാചക സാമഗ്രികളെയാണ് കുക്കിംഗ് ആക്സസറീസ് എന്ന് പറയുന്നത്. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചേരുവകൾ. ഫിഷിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ. അത്യാവശ്യമായ പാത്രങ്ങൾ, പാചക സാമഗ്രികൾ, ചേരുവകൾ, മത്സ്യബന്ധന ഉപകരണങ്ങൾ എന്നിവ ഇരുവരും ചുമന്നിരുന്നു അല്ലെങ്കിൽ ഇരുവരും കരുതിയിരുന്നു. ദേ റീച്ച്ഡ് ദ പോണ്ട്. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. ദേ റീച്ച്ഡ് ദ പോണ്ട്. അവർ കുളക്കരയിൽ എത്തി അല്ലെങ്കിൽ എത്തിച്ചേർന്നു. ദേ സാറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആൻഡ് സ്റ്റാർട്ടഡ് ഹണ്ടിങ് ഫോർ ദി ഫിഷ്. അവർ അകലെ ഇരുന്ന് മത്സ്യത്തെ വേട്ടയാടാൻ തുടങ്ങി അല്ലെങ്കിൽ മീൻ പിടിക്കാൻ തുടങ്ങി. സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു. ഡിസ്റ്റൻസ് അകലം അല്ലെങ്കിൽ ദൂരം എന്നാണ് അർത്ഥം. സ്റ്റാർട്ടഡ് തുടങ്ങി. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ വേട്ടയാടൽ എന്നാണ് അർത്ഥം. അവർ അകലെ ഇരുന്ന് മീൻ പിടിക്കാൻ തുടങ്ങി. ദ ഫസ്റ്റ് ഫിഷർമാൻ ഗോട്ട് എ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫിഷ് ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. ആദ്യത്തെ മത്സ്യത്തൊഴിലാളിക്ക് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വലുതും മനോഹരവുമായ ഒരു മത്സ്യം ലഭിച്ചു. ഫസ്റ്റ് ഫിഷർമാൻ,
ആദ്യത്തെ മീൻപിടുത്തക്കാരൻ അല്ലെങ്കിൽ ആദ്യത്തെ മത്സ്യത്തൊഴിലാളി. ഗോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടി അല്ലെങ്കിൽ ലഭിച്ചു. ബിഗ് വലുത്. ബ്യൂട്ടിഫുൾ മനോഹരമായ. ഫ്യൂ മിനിറ്റ്സ് കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾ. ആദ്യത്തെ മത്സ്യത്തൊഴിലാളിക്ക് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ വലുതും മനോഹരവുമായ ഒരു മത്സ്യം ലഭിച്ചു. ഹി വാസ് സോ ഹാപ്പി ആൻഡ് പ്ലേസ് ദ ഫിഷ് ഇൻ ദ ഐസ് ബോക്സ് ടു റീറ്റെയിൻ ദ ഫ്രഷ്നെസ്. അവൻ വളരെ സന്തോഷവാനായിരുന്നു. ഫ്രഷ്നെസ് നിലനിർത്താൻ മത്സ്യത്തെ ഐസ് ബോക്സിൽ വെച്ചു. ഹി വാസ് സോ ഹാപ്പി എന്ന് പറഞ്ഞാൽ അവൻ വളരെ സന്തോഷവാനായിരുന്നു. പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ വെച്ചു. എവിടെയാണ് വെച്ചത്? ഇൻ ദി ഐസ് ബോക്സ്. ഐസ് ബോക്സിൽ വെച്ചു. ടു റീറ്റെയിൻ ദ ഫ്രഷ്നെസ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസ് ബോക്സിൽ വെച്ചത്. റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ പുതുമ. ഹി ഡിസൈഡഡ് ടു കുക്ക് ദ ഫിഷ് ആസ് എ ഹോൾ ഫിഷ് ഇൻ ദ നൂൺ. അവൻ ഉച്ചയ്ക്ക് ആ മത്സ്യത്തെ മുഴുവൻ മത്സ്യമായി കുക്ക് ചെയ്യാൻ പാകം ചെയ്യാൻ തീരുമാനിച്ചു. ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. ഹോൾ ഫിഷ് എന്ന് പറഞ്ഞാൽ മുഴുവൻ മത്സ്യം. നൂൺ എന്ന് പറഞ്ഞാൽ ഉച്ച. അവൻ ഉച്ചയ്ക്ക് അത് മുഴുവൻ മത്സ്യമായിട്ട് കുക്ക് ചെയ്യാൻ പാകം ചെയ്യാൻ തീരുമാനിച്ചു. ഹീ സ്പെൻഡ് സം മോർ ടൈം ആൻഡ് ക്യാപ്ചേർഡ് എ ഫ്യൂ മോർ ഫിഷസ്. കുറച്ച് സമയം കൂടി ചെലവഴിച്ച് അവൻ കുറച്ചുകൂടി മീനുകളെ പിടിച്ചു. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ചെലവഴിച്ചു. സം മോർ കുറച്ചുകൂടി. ക്യാപ്ചേർഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചു അല്ലെങ്കിൽ പിടിച്ചെടുത്തു. ഫ്യൂ മോർ എന്ന് പറഞ്ഞാലും കുറച്ചുകൂടി എന്ന് തന്നെയാണ് അർത്ഥം. ഹി സ്പെൻഡ് സം മോർ ടൈം ആൻഡ് ക്യാപ്ചേർഡ് എ ഫ്യൂ മോർ ഫിഷസ്. അവൻ കുറച്ച് സമയം കൂടി ചെലവഴിച്ച് കുറച്ചുകൂടി മീനുകളെ പിടിച്ചു. ഹി ഡിസൈഡഡ് ടു മേക്ക് എ ഗ്രാൻഡ് മീൽ വിത്ത് ദ ഫിഷ്. മത്സ്യം കൊണ്ട് ഒരു വലിയ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഗംഭീര ഭക്ഷണം ഉണ്ടാക്കാൻ അവൻ തീരുമാനിച്ചു. ഡിസൈഡഡ് തീരുമാനിച്ചു. ഗ്രാൻഡ് മീൽ എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ഊണ് അല്ലെങ്കിൽ ഗംഭീരമായ ഭക്ഷണം, വലിയ ഭക്ഷണം, ഇതൊക്കെയാണ് അർത്ഥം. അവൻ മത്സ്യം കൊണ്ട് ഒരു വലിയ ഭക്ഷണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓൾസോ ഹി ഫ്രോസ് എ ഫ്യൂ ഫിഷസ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഹോം. കൂടാതെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ അവൻ കുറച്ച് മത്സ്യങ്ങളെ ഫ്രോസ് ചെയ്തു അല്ലെങ്കിൽ മരവിപ്പിച്ചു. ഫ്രോസ് ചെയ്യാന്ന് വെച്ചാൽ മരവിപ്പിക്കുക അല്ലെങ്കിൽ കട്ടിയാക്കുക. ടേക്ക് ഇറ്റ് ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ. അവൻ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ കുറച്ച് മത്സ്യങ്ങളെ ഫ്രോസ് ചെയ്തു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് മോർ ദാൻ ആൻ അവർ ദേ വർ ഫിഷിംഗ്. ഏകദേശം 1 മണിക്കൂറിലധികമായി അവർ മീൻ പിടിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് ഏകദേശം. മോർ ദാൻ ആൻ അവർ 1 മണിക്കൂറിലധികം. മീൻ പിടിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. 1 മണിക്കൂറിലധികമായി അവർ മീൻ പിടിക്കുകയായിരുന്നു. ഹി ദെൻ അപ്രോച്ച്ഡ് ദ സെക്കൻഡ് ഫിഷർമാൻ ആൻഡ് ആസ്ക്ഡ് ഹിം ഇഫ് ഹി നീഡ് എനി ഹെൽപ്പ്. തുടർന്ന് അവൻ രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളിയെ സമീപിച്ച് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സമീപിക്കുക അല്ലെങ്കിൽ എത്തുക. ആസ്ക് ചോദിച്ചു. നീഡ് ആവശ്യം, ഹെൽപ്പ് സഹായം. ഹി ദെൻ അപ്രോച്ച്ഡ് ദ സെക്കൻഡ് ഫിഷർമാൻ. തുടർന്ന് അവൻ രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളിയെ സമീപിച്ചു. ആൻഡ് ആസ്ക്ഡ് ഹിം അവനോട് ചോദിച്ചു. ഇഫ് ഹി നീഡ് എനി ഹെൽപ്പ് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന്. ദ സെക്കൻഡ് മാൻ സെഡ് നോ. സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ദ സെക്കൻഡ് മാൻ സെഡ് നോ. ഇല്ലെന്ന് രണ്ടാമത്തെയാൾ പറഞ്ഞു. അതായത് സഹായം ആവശ്യമില്ലെന്ന് രണ്ടാമത്തെയാൾ പറഞ്ഞു. ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ദ സെക്കൻഡ് ഫിഷർമാൻ ക്യാപ്ചേർഡ് എ ലാർജ് ഫിഷ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളി ഒരു വലിയ മത്സ്യത്തെ പിടികൂടി. ഇൻ എ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ. സെക്കൻഡ് ഫിഷർമാൻ രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളി. ക്യാപ്ചേർഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചു അല്ലെങ്കിൽ പിടികൂടി. എ ലാർജ് ഫിഷ് ഒരു വലിയ മത്സ്യം. ഹൗവർ ഹി പുട്ട് ദാറ്റ് ബാക്ക് ഇൻ ടു ദി ലേക്ക്. എന്നിരുന്നാലും അവൻ അത് വീണ്ടും തടാകത്തിലിട്ടു. ഹൗവർ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും, എങ്കിലും എന്നൊക്കെയാണ് അർത്ഥം. ഹി പുട്ട് ദാറ്റ് ബാക്ക് ഇൻ ടു ദി ലേക്ക്. ലേക്ക് എന്ന് പറഞ്ഞാൽ തടാകം. പുട്ട് ദാറ്റ് ബാക്ക് ഇൻ ടു ദി ലേക്ക് എന്ന് പറഞ്ഞാൽ തടാകത്തിൽ തിരികെ ഇട്ടു. അതായത് ആ മത്സ്യത്തെ വീണ്ടും തടാകത്തിലേക്ക് ഇട്ടു. ദ ഫസ്റ്റ് മാൻ വാസ് സർപ്രൈസ്ഡ് അറ്റ് ഹിസ് ആക്ട്. ആദ്യത്തെ മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതപ്പെട്ടു. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം. ആക്ട് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. ഹി റിമൈൻഡ് സൈലന്റ്. അവൻ മൗനം പാലിച്ചു. ദ സെക്കൻഡ് മാൻ ക്യാപ്ചേർഡ് മെനി ബിഗ് ഫിഷസ് ബട്ട് ഹി ജസ്റ്റ് പുട്ട് ബാക്ക് ഓൾ ദോസ് ഫിഷസ് ഇൻ ടു ദി ലേക്ക്. രണ്ടാമത്തെ മനുഷ്യൻ ധാരാളം വലിയ മത്സ്യങ്ങളെ പിടികൂടി. പക്ഷേ അവൻ ആ മത്സ്യങ്ങളെയെല്ലാം തടാകത്തിലേക്ക് തിരികെ വെച്ചു അല്ലെങ്കിൽ തിരികെ ഇട്ടു. ദ സെക്കൻഡ് മാൻ ക്യാപ്ചേർഡ് മെനി ബിഗ് ഫിഷസ്. ബിഗ് ഫിഷസ് എന്ന് വെച്ചാൽ വലിയ മത്സ്യങ്ങൾ. മെനി ബിഗ് ഫിഷസ് ധാരാളം വലിയ മത്സ്യങ്ങൾ. ക്യാപ്ചേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു പിടികൂടി. ദ സെക്കൻഡ് മാൻ രണ്ടാമത്തെ മനുഷ്യൻ ക്യാപ്ചേർഡ് മെനി ബിഗ് ഫിഷസ് ധാരാളം വലിയ മത്സ്യങ്ങളെ പിടികൂടി. ബട്ട് ഹി ജസ്റ്റ് പുട്ട് ബാക്ക് ഓൾ ദോസ് ഫിഷസ് ഇൻ ടു ദി ലേക്ക്. ലേക്ക് എന്ന് പറഞ്ഞാൽ തടാകം. പക്ഷേ അവൻ ആ മത്സ്യങ്ങളെയെല്ലാം തടാകത്തിലേക്ക് തിരികെ ഇട്ടു. വെരി അനോയ്ഡ് ബൈ ഹിസ് ആക്ട് ദ ഫസ്റ്റ് ഫിഷർമാൻ ആംഗ്രിലി ആസ്ക്ഡ് ഹിം, ആർ യു മാഡ്?
വൈ ഡു യു പുട്ട് യുവർ ഫിഷസ് ബാക്ക് ഇൻ ടു ദി വാട്ടർ? ദേ വർ ബ്യൂട്ടിഫുൾ ആൻഡ് ബിഗ്. അവൻ്റെ പ്രവൃത്തിയിൽ വളരെ അലോസരപ്പെട്ട് ആദ്യത്തെ മത്സ്യത്തൊഴിലാളി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു, നിനക്ക് ഭ്രാന്താണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മത്സ്യങ്ങളെ വീണ്ടും വെള്ളത്തിലിടുന്നത്? അവർ മനോഹരവും വലുതുമായി. അനോയ്ഡ് എന്ന് പറഞ്ഞാൽ അലോസരപ്പെടുക, ആക്ട് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. വെരി അനോയ്ഡ് ബൈ ഹിസ് ആക്ട്. അവൻ്റെ പ്രവൃത്തിയിൽ വളരെ അലോസരപ്പെട്ട് ദ ഫസ്റ്റ് ഫിഷർമാൻ, ആദ്യത്തെ മത്സ്യത്തൊഴിലാളി, ആംഗ്രിലി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ, ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം, ആംഗ്രിലി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ, ആംഗ്രിലി ആസ്ക്ഡ് ഹിം, ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. ആർ യു മാഡ് എന്ന് വെച്ചാൽ നിനക്ക് ഭ്രാന്താണോ? വൈ ഡു യു പുട്ട് യുവർ ഫിഷസ് ബാക്ക് ഇൻ ടു ദി വാട്ടർ? എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മത്സ്യങ്ങളെ വീണ്ടും വെള്ളത്തിലിടുന്നത്? ദേ വർ ബ്യൂട്ടിഫുൾ ആൻഡ് ബിഗ്. അവർ മനോഹരവും വലുതുമായിരുന്നു. ദ സെക്കൻഡ് ഫിഷർമാൻ റിപ്ലൈഡ്, ഐ നോ ദേ വർ ബിഗ്, but I don't have the big pan to cook the big fish. So I'm looking for a smaller fish that fits my cooking pan. The god is troubling me today. രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളി മറുപടി പറഞ്ഞു, അവർ വലുതാണെന്ന് എനിക്കറിയാം, പക്ഷേ വലിയ മത്സ്യത്തെ പാചകം ചെയ്യാൻ വലിയ പാത്രം എൻ്റെ പക്കലില്ല. അതുകൊണ്ട് എൻ്റെ പാചകപാത്രത്തിന് അനുയോജ്യമായ ഒരു ചെറിയ മത്സ്യത്തിനായി ഞാൻ തിരയുകയാണ്. ദൈവം ഇന്നെന്നെ വിഷമിപ്പിക്കുന്നു. റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞു. ദ സെക്കൻഡ് ഫിഷർമാൻ റിപ്ലൈഡ്. രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളി മറുപടി പറഞ്ഞു, ഐ നോ ദേ വർ ബിഗ്. ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഐ നോ ദേ വർ ബിഗ്. അവർ വലുതാണെന്ന് എനിക്കറിയാം. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ ബിഗ് പാൻ ടു കുക്ക് ദ ബിഗ് ഫിഷ്. പാൻ എന്ന് പറഞ്ഞാൽ പാത്രം, ചട്ടി, കലം, ഇതിനൊക്കെ നമ്മൾ പാൻ എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് ദ ബിഗ് പാൻ. എനിക്ക് വലിയ പാത്രം ഇല്ല, അല്ലെങ്കിൽ വലിയ പാത്രം എൻ്റെ പക്കലില്ല. ടു കുക്ക് ദ ബിഗ് ഫിഷ്, വലിയ ഫിഷിനെ, വലിയ മത്സ്യത്തെ പാകം ചെയ്യാൻ. സോ ഐ എം ലുക്കിംഗ് ഫോർ എ സ്മോളർ ഫിഷ് ദാറ്റ് ഫിറ്റ്സ് മൈ കുക്കിംഗ് പാൻ. ലുക്കിംഗ് എന്ന് വെച്ചാൽ നോക്കുന്നു അല്ലെങ്കിൽ തിരയുന്നു. സോ ഐ എം ലുക്കിംഗ് ഫോർ എ സ്മോളർ ഫിഷ്. അതുകൊണ്ട് ഞാനൊരു ചെറിയ മത്സ്യത്തിനായി തിരയുകയാണ്. ദാറ്റ് ഫിറ്റ്സ് മൈ കുക്കിംഗ് പാൻ. ഫിറ്റ് എന്ന് വെച്ചാൽ യോജിക്കുന്ന അല്ലെങ്കിൽ ചേർന്ന എന്നൊക്കെയാണ് അർത്ഥം. ദാറ്റ് ഫിറ്റ്സ് മൈ കുക്കിംഗ് പാൻ. കുക്കിംഗ് പാൻ എന്ന് വെച്ചാൽ പാചകപാത്രം. എൻ്റെ പാചകപാത്രത്തിന് അനുയോജ്യമായ ചെറിയ മത്സ്യത്തിനായി തിരയുകയാണ്. ദ ഗോഡ് ഈസ് ട്രബ്ലിംഗ് മീ ടുഡേ. ട്രബ്ലിംഗ് എന്ന് വെച്ചാൽ വിഷമിപ്പിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ദ ഗോഡ് ഈസ് ട്രബ്ലിംഗ് മീ ടുഡേ. ദൈവം ഇന്ന് എന്നെ വിഷമിപ്പിക്കുന്നു. ബൈ ഹിയറിംഗ് ദിസ് ദ ഫസ്റ്റ് ഫിഷർമാൻ വാസ് സർപ്രൈസ്ഡ്. ഇത് കേട്ട് ആദ്യത്തെ മത്സ്യത്തൊഴിലാളി അത്ഭുതപ്പെട്ടു. ബൈ ഹിയറിംഗ് ദിസ്, ഹിയർ എന്ന് വെച്ചാൽ കേൾക്കുക. ബൈ ഹിയറിംഗ് ദിസ്, ഇത് കേട്ട് ദ ഫസ്റ്റ് ഫിഷർമാൻ വാസ് സർപ്രൈസ്ഡ്. സർപ്രൈസ്ഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ആദ്യത്തെ മത്സ്യത്തൊഴിലാളി അത്ഭുതപ്പെട്ടു. ഹി അഡ്വൈസ്ഡ് ദ സെക്കൻഡ് ഫിഷർമാൻ ടു കട്ട് ദ ബിഗ് ഫിഷ് ഇൻ ടു സ്മോൾ പീസസ് ടു സ്യൂട്ട് ഇൻ ദ പാൻ ആൻഡ് കുക്ക് ദം പ്രോപ്പർലി. രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളിയോട് വലിയ മത്സ്യത്തെ ചട്ടിയിൽ ഇണങ്ങാൻ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി വേവിക്കാൻ അവൻ ഉപദേശിച്ചു. അഡ്വൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു. ഹി അഡ്വൈസ്ഡ് ദ സെക്കൻഡ് ഫിഷർമാൻ. അവൻ രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളിയെ ഉപദേശിച്ചു. ടു കട്ട് ദ ബിഗ് ഫിഷ് ഇൻ ടു സ്മോൾ പീസസ് ടു സ്യൂട്ട് ഇൻ ദ പാൻ. സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇണങ്ങുക അല്ലെങ്കിൽ യോജിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് പാത്രത്തിൽ ഇണങ്ങാൻ പാകത്തിന് വലിയ മത്സ്യത്തെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാനാണ് ഉപദേശിച്ചത്. ആൻഡ് കുക്ക് ദം പ്രോപ്പർലി. പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ നന്നായി അല്ലെങ്കിൽ ശരിയായി എന്നൊക്കെയാണ് അർത്ഥം. അതായത് അതിന് നന്നായിട്ട് വേവിക്കാൻ. മെനി പീപ്പിൾ ആർ ജസ്റ്റ് ലൈക്ക് ദ സെക്കൻഡ് ഫിഷർമാൻ. പല ആളുകളും രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളിയെ പോലെയാണ്. മെനി എന്ന് പറഞ്ഞാൽ പല, അനേകം, ധാരാളം, ഇതൊക്കെയാണ് അർത്ഥം. പീപ്പിൾ ആളുകൾ, മെനി പീപ്പിൾ ധാരാളം ആളുകൾ അല്ലെങ്കിൽ പല ആളുകൾ. മെനി പീപ്പിൾ ആർ ജസ്റ്റ് ലൈക്ക് ദ സെക്കൻഡ് ഫിഷർമാൻ. പല ആളുകളും രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളിയെ പോലെയാണ്. വി ആർ പ്രൊവൈഡഡ് വിത്ത് ഹാൻഡ് ഫുൾ ഓഫ് ബിഗ് ഓപ്പർച്യൂണിറ്റീസ്, ചാൻസസ് ആൻഡ് ഈവൻ ഫോർച്യൂൺ ദാറ്റ് വി മെനി ടൈംസ് ഓവർലുക്ക്. നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ഒരുപിടി വലിയ അവസരങ്ങളും സാധ്യതകളും ഭാഗ്യവും പോലും നമുക്ക് നൽകുന്നു. അതായത് നമുക്ക് കിട്ടുന്ന വലിയ അവസരങ്ങളും സാധ്യതകളും ഭാഗ്യവും എല്ലാം പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നു. പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ നൽകുക, ലഭ്യമാക്കുക, കരുതി വയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹാൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ കൈ നിറയെ അല്ലെങ്കിൽ ഒരു പിടി. ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ, ബിഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ വലിയ അവസരങ്ങൾ. ചാൻസസ് എന്ന് പറഞ്ഞാൽ സാധ്യതകൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ. ഫോർച്യൂൺ വിധി അല്ലെങ്കിൽ ഭാഗ്യം. We are provided with handful of big opportunities, chances and even fortune. നമുക്ക് ഒരു പിടി വലിയ അവസരങ്ങളും സാധ്യതകളും ഭാഗ്യവും പോലും നൽകുന്നു. ദാറ്റ് വി മെനി ടൈംസ് ഓവർലുക്ക്. ഓവർലുക്ക് എന്ന് പറഞ്ഞാൽ അവഗണിക്കുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. വി മെനി ടൈംസ് ഓവർലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അവഗണിക്കുന്നു. God will always give massive possibilities as well as problems that we can handle effortlessly.
നമുക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വലിയ സാധ്യതകളും പ്രശ്നങ്ങളും ദൈവം എപ്പോഴും നൽകും. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും. മാസീവ് വലിയ, പോസിബിലിറ്റീസ് സാധ്യതകൾ. അപ്പോൾ മാസീവ് പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വലിയ സാധ്യതകൾ. പ്രോബ്ലംസ് പ്രശ്നങ്ങൾ. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക. എഫേർട്ട്ലെസ്ലി അനായാസമായി. നമുക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വലിയ സാധ്യതകളും പ്രശ്നങ്ങളും ദൈവം എപ്പോഴും നൽകും. എവറിത്തിങ് ഗിവൺ ടു അസ് ഈസ് വിത്തിൻ അവർ മീൻസ്. നമുക്ക് നൽകിയതെല്ലാം നമ്മുടെ കഴിവിനുള്ളിലാണ്, അല്ലെങ്കിൽ നമ്മുടെ പരിധിക്കുള്ളിലുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതുപോലെ ഇനിയും സ്റ്റോറീസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.